ശരിക്കും നടക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം പഠിച്ച കമ്മിറ്റികളുടെ റിപ്പോർട്ട് പരിശോധിക്കുകയും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പരിഷ്കരണം വന്നു. ആ പരിഷ്കരണം ഒരു നോളജ് സൊസൈറ്റി എന്നുള്ള പരിഷ്കരണം. അപ്പോ ആ നോളജ് സൊസൈറ്റിയെ ഉണ്ടാക്കിയെടുക്കുക, ഒരു നോളജ് എക്കോണമി ഉണ്ടാക്കിയെടുക്കുക. അതിനാവശ്യമായ രീതിയിൽ പുതിയ അറിവുകൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം അടക്കമുള്ള ഗവേഷണത്തിലൂടെയാണല്ലോ പുതിയ അറിവ് ഉണ്ടാവുക. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന് പ്രാപ്തമായ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റണം. ക്രിയേഷൻ നടക്കണം, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടക്കണം. ഇതാണ് നമ്മുടെ ടാക്സോണമി മുന്നോട്ട് വെച്ച ആശയം. അതുകൊണ്ട് ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ടുകൾ വളരെ കൃത്യം. അത് വെച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ഔട്ട്കമ്മുകൾ ഉണ്ടാക്കുന്നു. ആ പ്രോഗ്രാം ഔട്ട്കമ്മുകൾക്ക് അനുസരിച്ച് സ്പെസിഫിക് ഔട്ട്കമ്മുകൾ ഉണ്ടാവില്ല. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോഴ്സ് ഔട്ട്കം ഉണ്ടാവുന്നു. അപ്പൊ ഇതെല്ലാം നേടുന്നതിലൂടെ കുട്ടി വളരെ കൃത്യമായ ഒരു ഔട്ട്കമ്മിൽ നമുക്ക് മാപ്പ് ചെയ്യാവുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് ഈ മാപ്പിംഗ് സിസ്റ്റത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ രീതിക്ക് അനുസരിച്ചുള്ള ഒരു പുതിയ സിലബസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആ രീതിയിലുള്ള ഒരു പരിവർത്തനം കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് യൂണിവേഴ്സിറ്റികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മാറുന്നുണ്ട്. നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, സെനറ്റ് ഇനി മുതൽ ഡിഗ്രി കൊടുക്കില്ല, അവാർഡ് ചെയ്യില്ല, സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ മാറ്റുന്നു, പരീക്ഷാ സമ്പ്രദായം പരിഷ്കരിക്കപ്പെട്ടു. ഇങ്ങനെ വ്യത്യസ്തമായ ഓരോന്നും വരുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് റൈറ്റുകളുണ്ട്, സ്റ്റുഡൻസ് റൈറ്റ് ഉണ്ട്. ഇതെല്ലാം നടപ്പിലാകേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിഷ്കരണം മാത്രമാണ് നമ്മുടെ കരിക്കുലത്തിൽ സംഭവിക്കുന്നത്. അതാണെങ്കിലോ ഈ 4 ഇയർ UG പ്രോഗ്രാം എന്നു പറഞ്ഞു. സാർ അതാവും നല്ലത്. അതായത് ഇതിൻ്റെ ഒരു ജനറൽ ഫ്രെയിം വർക്ക് സാർ ഒന്ന് അവതരിപ്പിച്ചിട്ട് എങ്കിലേ നമുക്കൊരു ധാരണ കിട്ടുള്ളൂ. ജനറൽ ഫ്രെയിം വർക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇപ്പോ എന്റെ സ്ലൈഡ് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഞാനിത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം ചുരുങ്ങിയത് ഈ ഒരു പ്രസന്റേഷൻ മൊത്തത്തില് ഇത് പരിചയപ്പെടുത്താൻ ഒരു 3-3.5 മണിക്കൂർ മിനിമം വേണം. പിന്നെ സംശയം കൂടി ആവുമ്പോൾ വീണ്ടും പോകും. അത്രയൊന്നും സമയം നമുക്ക് ഓൺലൈനിൽ ചെലവഴിക്കാനും കൂടി ഇല്ല. മാത്രമല്ല നമ്മൾ അടുത്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് വേഗം കഴിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനിടയിൽ ഈ ഇടയിൽ ചോദിക്കേണ്ട, കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഇതാണ്: നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അത് വെച്ചുകൊണ്ട് UGC ഉണ്ടാക്കിയ കരിക്കുലം ഫ്രെയിംവർക്ക്, അതുകൊണ്ട് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട്, കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ട്, 3 കമ്മീഷനുകൾ നടന്നു. അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടാക്കിയ ഫ്രെയിംവർക്ക് ഉണ്ട്. അത് ഫ്രെയിംവർക്കിനെയും ബേസ് ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്റുകൾ മൊത്തം പരിശോധിച്ചാലേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രവർത്തനം. കാരണം ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ നോക്കണം. ഒരു വാല്യൂ ആഡഡ് കോഴ്സ് എന്തുകൊണ്ട് വന്നു എന്ന് നോക്കണമെങ്കിൽ നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരണം. അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വരുന്നതാണ്. അതനുസരിച്ചുകൊണ്ട് ടുവേർഡ്സ് എ നോളജ് സൊസൈറ്റിയിലേക്ക് പോവുകയാണ്. നമ്മൾ കേൾക്കുന്നത് 4 വർഷ ബിരുദത്തെ കുറിച്ചാണ്. നമുക്ക് 3 തരം ഡിഗ്രിയാണ് ഈ അധ്യയന വർഷം മുതൽ ഉണ്ടാകാൻ പോകുന്നത്. ഒന്ന് UG ഓണേഴ്സ് ആണ്. ഞാൻ അതിനെ 1 എന്നാ പറയുന്നത്. കാരണം നമ്മുടെ സർവകലാശാലകൾ ഇപ്പൊ കോൾഫോർ ചെയ്തപ്പോ അതിനകത്ത് UG ഓണേഴ്സേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. UG ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് 2ാമത്തെ ഡിഗ്രി. അപ്പൊ UG ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഒരു പുതിയ സംഭവം ഒന്നുമല്ല. ഒരു 60യുടെ മുമ്പ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൊടുത്തിരുന്ന ബിരുദം UG ഓണേഴ്സ് ആയിരുന്നു. ഇപ്പൊ ലോകത്ത് പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിൽ പല സർവകലാശാലകളും ഓണേഴ്സ് ബിരുദം കൊടുക്കുന്നത്.
സിംപ്ലി ഓണേഴ്സ് ബിരുദം എന്ന് പറഞ്ഞാൽ ഒരു വിഷയം, അതായത് നമ്മൾ പിന്നെ മെയിൻ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്ന, ഇന്നും കോർ എന്ന് വിളിക്കുന്ന, നാളെ മേജർ എന്ന് വിളിക്കുന്ന വിഷയം, അതായത് നമ്മൾ ഐച്ഛികമായി തിരഞ്ഞെടുത്ത വിഷയം. ആ വിഷയം അതിന് നമ്മൾ അപ്പൊ സാധാരണ ഡിഗ്രി എടുത്തവരും ഓണേഴ്സ് ഡിഗ്രി എടുത്തവരും തമ്മിൽ കണ്ടന്റിന്റെ കാര്യത്തിലായാലും കാലിബറിന്റെ കാര്യത്തിലായാലും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് പഴയ കാലത്തുള്ള ആൾക്കാരെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൃത്യം പറഞ്ഞാല് 4ാമത്തെ വർഷം ഒരു 44 ക്രെഡിറ്റ് കൂടി കൂടുതൽ നമ്മുടെ ഐച്ഛിക വിഷയത്തിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഓണേഴ്സ് ബിരുദം. ഓണേഴ്സ് ബിരുദം നേടുന്ന ആൾക്ക് കിട്ടാവുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് 1 വർഷം കൊണ്ട് PG കംപ്ലീറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ PG സെക്കൻഡ് ഇയറിലേക്ക് ലാറ്ററൽ എൻട്രി മുഖാന്തരം കയറാം. ഇതാണ് അതിനുള്ള പ്രിവിലേജ്. മറ്റൊന്ന് UG ഓണേഴ്സ് വിത്ത് റിസർച്ച്. റിസർച്ച് എന്ന് പറയുന്നത് ഒരു അഭിരുചിയുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. നമുക്കറിയാലോ, ഈ കൂട്ടത്തിൽ തന്നെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആൾക്കാരെ ഗവേഷണം നടത്തിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷന്റെയും കൂടി ഭാഗമായതുകൊണ്ട് നമ്മളെല്ലാവരും അതങ്ങ് നടത്തുന്നു എന്നതാണ്. പക്ഷേ PG കംപ്ലീറ്റ് ചെയ്ത എത്ര പേര് നമ്മുടെ നാട്ടിൽ ഗവേഷണം നടത്തുന്നുണ്ട്? ഒരു 10 to 20%. അപ്പോ ഗവേഷണ അഭിരുചിയുള്ള കുട്ടികൾക്ക് തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാവുന്ന ഒരു ബിരുദം കൂടി നമ്മൾ കൊടുക്കുകയാണ്. അത് UG ഓണേഴ്സ് വിത്ത് റിസർച്ച്. അവര് UG ഓണേഴ്സിന്റെ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ 8ാമത്തെ സെമസ്റ്ററിൽ ആ കുട്ടി ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യണം. അത് ഏകദേശം നമ്മുടെ ഒരു പ്രിലിമിനറി തീസിസിന് സമാനമാകുന്ന രീതിയിൽ RAC ഒക്കെ കൂടി പ്രോബ്ലം ഒക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ തന്നെ ഗവേഷണത്തിന്റെ എല്ലാ സ്റ്റേജുകളും കടന്നിട്ട് പോകുന്ന ഒരു ഗവേഷണ പ്രോജക്റ്റ് ആയിരിക്കണം. അത് 12 ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് കുട്ടി ചെയ്യേണ്ടത് ഒരു ഗവേഷണ ബിരുദമുള്ള അധ്യാപകന്റെ കീഴില്ല. അപ്പോൾ PhD ഉള്ള ആള് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കണം. 2 PhD ഉള്ള അധ്യാപകർ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ PG ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം കൊടുക്കാം. പക്ഷേ സർവകലാശാലയിൽ നിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങണം. അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയറും കൂടി ഉണ്ട്. ഇനി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ അനുവാദത്തിന് ആവശ്യമില്ല, എന്നാലും നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ വേണം. കാരണം എന്താ വെച്ചാല് എല്ലാ കുട്ടികൾക്കും ഇതിനകത്തേക്ക് പ്രവേശനവും ഇല്ല. ഈ 3 വർഷം കഴിയുമ്പോൾ കുട്ടി 133 ക്രെഡിറ്റ് ആണ് എടുക്കേണ്ടത്. 3 വർഷത്തിനിടയിൽ കുട്ടിക്ക് പരമാവധി 180 ക്രെഡിറ്റ് കിട്ടും. കാരണം ഒരു സെമസ്റ്ററിൽ 30 ക്രെഡിറ്റ് ഉണ്ട്. പക്ഷെ 30 ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നില്ല ക്ലാസ് റൂമിൽ. ഒരു 24 ക്രെഡിറ്റ് ഒക്കെ കിട്ടുള്ളൂ. ബാക്കി വേണമെങ്കിൽ 6 ക്രെഡിറ്റ് കുട്ടിക്ക് എന്ത് ചെയ്യാം, വേറെ എവിടെന്നെങ്കിലും എടുക്കാം, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുക്കാം, വേറെ കോഴ്സിലൂടെ എടുക്കാം, അങ്ങനെയൊക്കെ എടുക്കാം. അഡീഷണൽ ക്രെഡിറ്റ് ആണ്. അപ്പൊ നിലവിലുള്ള ഒരു സിസ്റ്റത്തില് നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നിലവിൽ നമ്മുടെ കോളേജിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരേ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. BA മലയാളത്തിന് അല്ലെങ്കിൽ BA സോഷ്യോളജിക്ക്, ഹിസ്റ്ററിക്ക്, BSc കെമിസ്ട്രിക്ക് ചേരുന്ന കുട്ടി പുറത്തേക്ക് പോകുമ്പോൾ ഒരേ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇനി അങ്ങനെയല്ല. നമ്മുടെ ക്ലാസ്സിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടായി. ഓരോരുത്തർക്കും ഓരോ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. കാരണം എനിക്ക് 133 ക്രെഡിറ്റ് ആണെങ്കിൽ മറ്റേ കുട്ടിക്ക് 150 ഉണ്ടാവും, 46 ഉണ്ടാവും, 60 ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരുടെയും ക്രെഡിറ്റിൽ വ്യത്യാസം. നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചാണ്. ഒരേ ബിരുദമല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. വ്യത്യസ്ത പാത്വേകളിലൂടെ തിരഞ്ഞെടുക്കുന്ന ബിരുദമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യുന്ന കുട്ടി ഈ 133 ക്രെഡിറ്റ് വരുന്ന 3 വർഷം കഴിഞ്ഞാൽ 75% മാർക്ക് ഉണ്ടായിരിക്കും. 75% മാർക്കുള്ള കുട്ടിക്ക് മാത്രമേ ഓണേഴ്സ് വിത്ത് റിസർച്ചിനുള്ള പ്രവേശനമുള്ളൂ. അല്ലാതെ ഓണേഴ്സ് എടുത്ത് പോകാം. UG ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുത്ത കുട്ടിക്കുള്ള പ്രിവിലേജ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നേരിട്ട് ഗവേഷണത്തിന് പോകാം. ഇപ്പോ ഗവേഷണത്തിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. MA MSc MCOM ഒക്കെ കഴിഞ്ഞവർക്ക് പോകാൻ പറ്റില്ല. ഇനി അത് വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പത്രത്തിൽ കാണുന്നത് 4 വർഷം ബിരുദം കഴിഞ്ഞാൽ PhDക്ക് പ്രവേശനം അനുവദിച്ചു, 4 വർഷം കഴിഞ്ഞാൽ UGC നെറ്റ് പരീക്ഷ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ചിലപ്പോ ഇപ്പൊ തന്നെ അത് വന്നിട്ടുണ്ട്, PhD ആയിരിക്കും ഈ കോളേജ് അധ്യാപകർക്കൊക്കെയുള്ള അടിസ്ഥാന യോഗ്യത. അങ്ങനെ വരുമ്പോ PG വേണ്ടി വരും നമുക്കറിയില്ല.
2025 നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് UGC മാറ്റിവെച്ച ഒരു സംഗതി. ഇനി ഇതൊന്നും വേണ്ടാന്നൊരു കുട്ടിക്ക് തോന്നുകയാണ് 3 വർഷം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, കുട്ടി വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു, കുട്ടിക്ക് ക്വിറ്റ് ചെയ്യാം. 133 ക്രെഡിറ്റ് കുട്ടി അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് 3 വർഷ ബിരുദം കൊടുക്കും. അപ്പൊ 3 വർഷ ബിരുദ കോഴ്സുകൾ ഉണ്ട്, കുട്ടിക്ക് ക്വിറ്റ് ചെയ്യാം. 4 വർഷ ബിരുദ കോഴ്സുകൾ 2 ഉണ്ട്, ഓണേഴ്സും വിത്ത് റിസർച്ചും. അപ്പൊ ഇനി മുതൽ നമ്മൾ 3 തരം ബിരുദ കോഴ്സുകളാണ് കൊടുക്കാൻ പോകുന്നത്. ശരിക്ക് NEP പറഞ്ഞത് 1ാമത്തെ വർഷം എക്സിറ്റ് ചെയ്യാൻ അനുമതി കൊടുക്കണം, 2ാമത്തെ വർഷവും കൊടുക്കണം. പക്ഷെ നമ്മളത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഉൾപ്പെടുത്തിയാൽ ചിലപ്പോ എന്താ സംഭവിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഭാവിയിൽ അത് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഓണേഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതിന് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് സ്കില്ലിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രായോഗിക പരിശീലനവും ഇല്ല. അതായത് എന്റെ വീട്ടിൽ BSc ഫിസിക്സ് പഠിച്ച കുട്ടി ഉണ്ടെങ്കിൽ ഫ്യൂസ് പോയിട്ട് കറണ്ട് പോയ സമയത്ത് കുട്ടി വെറുതെ ഇരിക്കും. കാരണം അതിന്റെ ഒരു പ്രായോഗികത കുട്ടിക്ക് ഇല്ലാത്തത്. അപ്പൊ ഇവിടെ നമുക്ക് സ്കില്ല് പരിശീലനത്തിന് അവസരം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇന്റേൺഷിപ്പിലൂടെ. അപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് കമ്പൽസറി ആക്കി മാറ്റും. എന്തുകൊണ്ടാണ് പ്ലേസ്മെന്റ് കിട്ടുന്നത് വെച്ചാൽ ഇന്റേൺഷിപ്പിലൂടെയാണ്. അപ്പൊ നമ്മുടെ മറ്റ് സർവകലാശാലകളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നത് അവരെവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. അപ്പോ പ്രായോഗികമായ പരിശീലനം ലഭിക്കുന്നു. ഒരു 60 മണിക്കൂർ അല്ലെങ്കിൽ 60 ദിവസം നീണ്ടത് ഓരോ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഓരോ രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ടാവും. അതിന്റെ സ്ട്രക്ചർ അത് എവിടെ നിന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി കോളേജുകളിൽ നടക്കാൻ പോകുന്ന ഒരു സാധനം ഇതാണ്, എന്ത് എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അത് നോക്കിയിട്ടായിരിക്കും കുട്ടി കോളേജ് തിരഞ്ഞെടുക്കുക. അപ്പൊ കൊമേഴ്സുകാർ എവിടെ നിന്നാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്, മലയാളംകാർ എവിടെ നിന്നാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്, ഫിസിക്സുകാര് അല്ലെങ്കിൽ കെമിസ്ട്രിക്കാര് കേരള മിനറൽസിൽ നിന്നാണോ, അല്ലെങ്കിൽ ഫിസിക്സുകാര് ISROയിൽ നിന്നാണോ, അതല്ലെങ്കിൽ NITയിൽ നിന്നാണോ, IITയിൽ നിന്നാണോ, എവിടെ നിന്നാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നേരത്തെ പറയാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പൊ ഇതാണ് ഒരു മാറ്റം. പ്രോജക്റ്റ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇല്ല, അത് കമ്പൽസറി അല്ല. വേണമെങ്കിൽ 4ാമത്തെ വർഷം ഒരു ഓപ്ഷണൽ പ്രോജക്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ റിസർച്ച് പ്രോജക്റ്റ് അല്ല, പക്ഷെ അത് 12 ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. കാരണം 12 ക്രെഡിറ്റ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. 2 ക്രെഡിറ്റ് ഉള്ള ഇന്റേൺഷിപ്പ് നമ്മൾ ഈ 60 മണിക്കൂർ പ്രാക്ടിക്കൽ ആണെങ്കിൽ, കുട്ടി പ്രായോഗിക പരിശീലനമാണെങ്കിൽ ആ പ്രോജക്റ്റ് ആ ഗൗരവത്തിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ അത് കുട്ടിക്ക് കിറ്റ് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. അതിന് പകരം 3 കോഴ്സുകൾ ചെയ്താൽ മതി. മേജറിൽ 4 ക്രെഡിറ്റ് ഉള്ള 3 കോഴ്സുകൾ ചെയ്താൽ അത് ഓക്കെ. മറ്റൊരു സംഗതി ഉള്ളത്, കുട്ടിക്ക് വൊക്കേഷണൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി വൊക്കേഷണൽ മൈനറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൈനർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നേരത്തെ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞിരുന്ന വിഷയം, അതായത് സബ് എന്ന് പറഞ്ഞിരുന്ന വിഷയമാണ് ഇവിടുത്തെ മൈനർ. പക്ഷെ മൈനറിനെ കുറിച്ച് UGC വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അത് അലൈഡ് ഡിസിപ്ലിൻ നിന്നായിരിക്കണം, അല്ലെങ്കിൽ മറ്റ് ഡിസിപ്ലിൻ നിന്നായിരിക്കണം. നമ്മുടെ മേജർ വിഷയം പഠിക്കുന്ന വിഷയത്തിൽ നിന്ന് കുട്ടിക്ക് മൈനർ എടുക്കാൻ പാടില്ല. അതാണ് നിലവിലുള്ള നിയമം. പക്ഷേ നമ്മൾ പലരും കോംപ്ലിമെന്ററികള് നമ്മുടെ വിഷയക്കാര് തന്നെയാണ് പലതിലും കൊടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മാറ്റം നടക്കുന്നുണ്ട്. എന്തായാലും ഈ വർഷം ഒരു എക്സംഷൻ ഉണ്ട്. അത് ചില വിഷയങ്ങൾക്കാണ്, ഒരു 10-27 വിഷയങ്ങൾക്ക്, ഒരു നിവൃത്തിയില്ലാത്ത ചില വിഷയങ്ങൾക്ക്, കൊമേഴ്സ് പോലെയുള്ള ചില വിഷയങ്ങൾക്ക് ഒരു ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മൈനർ എന്ന് പറയുന്നത് 20% പഠിക്കുന്ന കോഴ്സാണ്. 133ന്റെ 20% എന്ന് പറഞ്ഞാൽ ഒരു 24 ക്രെഡിറ്റ്. അത് കുട്ടിക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. ഈ മൈനർ വിഷയം മാറുന്നതിനനുസരിച്ച് അതിന്റെ പാത്വേകൾ മാറും. അപ്പൊ വൊക്കേഷണൽ മൈനറിന്റെ ബാസ്കറ്റിൽ നിന്നാണ് കുട്ടി ഈ 24 ക്രെഡിറ്റ് എടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് വീണ്ടും പ്രായോഗികമായ പരിശീലനം ലഭിക്കുകയാണ്. അതിന്റെ സെറ്റുകളൊക്കെ ഓരോ ബോർഡ് ഓഫ് സ്റ്റഡീസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ലാത്ത വേറൊരു പ്രത്യേകത, സ്പെഷ്യലൈസേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഡിഗ്രിക്ക് ഇപ്പൊ നിലവിൽ സ്പെഷ്യലൈസേഷൻ ഇല്ല. ബികോമാര് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ BA മലയാളം പഠിക്കുന്ന, BA ഇംഗ്ലീഷ് പഠിക്കുന്ന, BSc ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് സർട്ടിഫിക്കറ്റിനകത്ത് ആ പേര് മാത്രമേ ഉള്ളൂ. BA
ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളൂ. പക്ഷെ ആ കുട്ടി ഇലക്ടീവ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇലക്ടീവ് കോഴ്സുകൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഡിസൈൻ ചെയ്യുന്നത് സ്പെഷ്യലൈസേഷൻ കോഴ്സുകളായിട്ട് കൂടിയുണ്ട്. അപ്പൊ ഒരു ബാസ്ക്കറ്റിൽ നിന്ന് 4 കോഴ്സ് കുട്ടി സെലക്ട് ചെയ്താൽ, ഒരു ഹെഡിങ്ങിന്റെ കീഴിൽ വന്നാൽ ആ കുട്ടിക്ക് അത് സ്പെഷ്യലൈസേഷൻ ആയിട്ട് കിട്ടും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒരു കുട്ടി പ്രാക്ടിക്കലായിട്ട് ആദ്യം നമ്മുടെ ട്രാൻസ്ലേഷന്റെ തിയറി പഠിക്കുന്നു, പിന്നെ ട്രാൻസ്ലേഷൻ പ്രാക്ടിക്കൽ ചെയ്യുന്നു, അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഫോർമുല പഠിക്കുന്നു, സബ് ടൈറ്റിലിംഗ് പഠിക്കുന്നു. അങ്ങനെ ഒരു 4 കോഴ്സുകൾ ഒരേ ബാസ്ക്കറ്റിൽ ചെയ്യും. അപ്പൊ ആ കുട്ടിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് നോക്കൂ, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ട്രാൻസ്ലേഷൻ. അതും കുറച്ചുകൂടി സ്കിൽ ഓറിയന്റഡ് ആണ്, ജോലിക്ക് സാധ്യതയുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പൽമാരെ അസാപ്പ് മീറ്റിംഗ് വിളിച്ചിരുന്നു. ഈ സ്കിൽ എൻഹാൻസ്മെന്റ് നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ കോളേജിൽ ചെയ്തു തരാൻ അവർ തയ്യാറാണ്. ചിലപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സംഗതി. മറ്റൊന്ന് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഈ ഫ്ലെക്സിബിലിറ്റിയാണ് ഇപ്പൊ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയം. കുട്ടിക്ക് ക്യാമ്പസ് പഠനത്തിനോടൊപ്പം മറ്റ് സർവകലാശാല, മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്ന കോഴ്സുകൾ ചെയ്യാം. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഇന്റേൺഷിപ്പിന് ചേരുന്നു. അപ്പോ ഇന്റേൺഷിപ്പിന് പോയത് NIT-യിലാണ്. കെമിസ്ട്രി പഠിക്കുന്ന കുട്ടി NIT-യിൽ പോയി ഏതെങ്കിലും ഒരു വിഷയം വിചാരിച്ചാൽ. അപ്പൊ നമ്മൾ 60 ദിവസം ആയതുകൊണ്ട് അതിന് വെക്കേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് 3 വർഷം കൊണ്ടാണ് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും ഇടയിലുള്ള വെക്കേഷൻ ഇന്റേൺഷിപ്പിനായി ചെലവഴിക്കാൻ വേണ്ടി കുട്ടി NIT-യിൽ ചെന്നപ്പോ NIT-യിൽ 2 കോഴ്സുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. 3 ക്രെഡിറ്റ് അല്ലെങ്കിൽ 4 ക്രെഡിറ്റ് ഉള്ള 2 കോഴ്സുകൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. കുട്ടിക്ക് അവിടെ നിന്ന് ചേരാം, അത് പഠിക്കാം, ഒരു കുഴപ്പമില്ല. ആ കുട്ടിക്ക് അഡീഷണൽ ആയിട്ട് ഈ ക്രെഡിറ്റ് കൂടി, അപ്പൊ 4 8 ക്രെഡിറ്റ് കൂടി കുട്ടിക്ക് കിട്ടി. ഇങ്ങനെ കുട്ടിക്ക് വേണമെങ്കിൽ നമ്മളുടെ കോളേജിൽ നിന്നല്ലാത്ത വേറെ കോളേജിൽ നിന്ന്, നമ്മുടെ സ്ഥാപനമല്ലാത്ത മറ്റു സ്ഥാപനത്തിൽ നിന്ന്, മറ്റു സർവകലാശാലകളിൽ നിന്ന്, വിദേശത്തു നിന്ന് ഓൺലൈനായിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസ്റ്റൻസ് മോഡില് എവിടുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം, കുട്ടിക്ക് ക്രെഡിറ്റ് സമ്പാദിക്കാം, അഡീഷണൽ ക്രെഡിറ്റുകൾ സമ്പാദിക്കാം. അത് ആഡ് ഓൺ കോഴ്സ് ഒന്നും വേണമെങ്കിലും സമ്പാദിക്കാം. കൃത്യമായിട്ട് ഇതല്ല. ഓൺലൈൻ കോഴ്സൊക്കെ എന്താണെന്നുള്ളതൊക്കെ ബോർഡ് ഓഫ് സ്റ്റഡീസ് വളരെ കൃത്യമായിട്ട് ഇതിനടിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? വ്യത്യസ്തമായ ക്രെഡിറ്റുകൾ കുട്ടികൾക്ക് കിട്ടും. അങ്ങനെ ക്രെഡിറ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, കുട്ടി ചിലപ്പോൾ നേരത്തെ ക്രെഡിറ്റ് എക്വയർ ചെയ്യും. ഈ 4 വർഷം കൊണ്ട് 177 ക്രെഡിറ്റ് എന്നുള്ളത് കുട്ടി ചിലപ്പോൾ 3.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ 7ാമത്തെ സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ കുട്ടികൾക്ക് ഒരു സെമസ്റ്റർ സ്കിപ്പ് ചെയ്യും. 3.5 വർഷം കൊണ്ട് 4 വർഷത്തെ ബിരുദം കുട്ടിക്ക് നേടാൻ പറ്റും. അത് മറ്റൊരു ഫ്ലെക്സിബിലിറ്റി. ബ്രേക്ക് എടുക്കാം, തുടരാം, പഠനം നിർത്തിയിട്ട് വീണ്ടും തുടരാം, ഒരു കുഴപ്പമില്ലാതെ. റീ അഡ്മിഷൻ ഒന്നും എടുക്കണ്ട, വീണ്ടും അതിന്റെ ബാക്കി തുടർച്ചയായിട്ട് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അതിനൊരു ഒരു 5 വർഷത്തെ പരിധി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജ് മാറുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ നിലവിലും കോളേജ് മാറാം, ഒരു തവണ മാറാം. സർവകലാശാല മാറാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേറെ യൂണിവേഴ്സിറ്റിയിലേക്ക്, ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒക്കെ പോകണമെങ്കിൽ, കാരണം ഇതൊക്കെ ഏകദേശം ഒരേപോലെ സമന്വയിപ്പിക്കുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ബിരുദ കോഴ്സുകൾ ഏകദേശം ഒരേ ഫോർമാറ്റിലേക്ക് വരിക. അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുമ്പോൾ കുട്ടിക്ക് വേണമെങ്കിൽ മേജർ വിഷയം തന്നെ മാറാം. ഫസ്റ്റ് സെം കഴിഞ്ഞ് സെക്കൻഡ് സെമ്മിൽ എത്തിയപ്പോഴാണ് കുട്ടിക്ക് തോന്നുന്നത് ഈ BA ഹിസ്റ്ററി പഠിച്ചിട്ട് ശരിയാവുന്നില്ല. കുട്ടിക്ക് തോന്നുകയാണ് ഇംഗ്ലീഷാണ് പഠിച്ചാൽ കുറച്ചുകൂടി നന്നാവുക, എനിക്കിത് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാം? മേജർ വിഷയം മാറാം, മേജർ സ്വിച്ച് ചെയ്യാം. ആ മേജർ സ്വിച്ച് ചെയ്യുന്നതിന് കണ്ടീഷൻ ഉണ്ട്. ഒരു സെമസ്റ്ററിൽ കുട്ടി അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, 4 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോ അതിനനുസരിച്ച് കുട്ടിക്ക് മേജർ വിഷയം മാറാം, മൈനർ വിഷയം മാറാം. അപ്പൊ കംപ്ലീറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ കോഴ്സുകൾ തരുന്നത്. ഒരേ തരത്തിലുള്ള ഡിഗ്രി അല്ല ഇനി കിട്ടാറുള്ളത്. ഇനി ലഭിക്കാൻ പോകുന്ന ഡിഗ്രിയുടെ പ്രത്യേകത, കുട്ടിക്ക് സ്വന്തമായി ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു ഡിഗ്രി എടുക്കാം. യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേരത്തെ അടിച്ചു വെക്കില്ല, അല്ലെങ്കിൽ ഒരു ഫോർമാറ്റും ഇല്ല. കുട്ടി എടുക്കാൻ സാധ്യതയുള്ള അതിനനുസരിച്ച് കുട്ടിക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വിവിധ റാക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ കുറെ സാധനങ്ങൾ എടുത്തിട്ട് ബില്ലിംഗ് സെഷനിലേക്ക് ചെന്ന് ബില്ലടിക്കുന്നത് പോലെ, അത് നേരത്തെ മനസ്സിലാക്കുന്ന കുട്ടിക്ക് അതിനനുസരിച്ച് പരിശീലനം നേടി അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് മുന്നോട്ട് പോയിട്ടൊരു ഡിഗ്രി സ്വയം രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും.
അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് BSc ഫിസിക്സ് പഠിക്കാൻ ഒരു കുട്ടി വന്നാല് നമ്മൾ പറയാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റി പറയാണ്, നമ്മുടെ കോളേജ് പറയാണ്, നിർബന്ധമായി നിങ്ങൾ കെമിസ്ട്രിയും മാത്സും പഠിക്കണം, അല്ലെങ്കിൽ കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിക്കണം എന്ന് പറയുക. എന്നാല് എനിക്ക് മാത്സ് പഠിക്കാൻ സ്കില്ലില്ല, താല്പര്യവുമില്ല, എനിക്കത് വേണ്ട. മാത്സ് പഠിക്കാതെ നിങ്ങൾ എനിക്ക് ഫിസിക്സ് ബിരുദം തരില്ല. കേരളത്തിൽ ഒരു സ്ഥലത്ത് തരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആരെങ്കിലും സംസാരിക്കുക? മ്യൂട്ട് ചെയ്തു സാർ, അത് അറിയാതെ പറ്റിപ്പോയതാ. ഓക്കെ. അപ്പോ നിലവിലുള്ള ചില സിസ്റ്റം പ്രകാരം ചില വിഷയങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിക്കും. നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചു, അത് പഠിക്കാൻ നമ്മൾ ഒരുപാട് പ്രയാസം നേരിടും. അപ്പൊ ഇനി അങ്ങനെയില്ല. ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് മൈനർ വിഷയമായിട്ട് ഈ കെമിസ്ട്രിയും മാത്സും തിരഞ്ഞെടുക്കുന്നതിന് പകരം കുട്ടി ചിലപ്പോൾ തിരഞ്ഞെടുക്കുക മലയാളവും ഇംഗ്ലീഷും അതുപോലെ തന്നെ എക്കണോമിക്സും അപ്പുറത്തും പുറത്തൊക്കെയുള്ള വിഷയങ്ങളായിരിക്കും. മേജർ വിഷയത്തിന്റെ സ്ട്രീമിന് മാത്രമേ അതാത് വിഷയം നിർബന്ധമുള്ളൂ. അതായത് സയൻസിൽ നിന്ന് വന്നവർക്കേ സയൻസ് മേജർ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മൈനർ ആർക്ക് വേണമെങ്കിലും എടുക്കാം. അത് കുട്ടിയുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അങ്ങോട്ട് മേജറിലും മൈനറിലും മാത്രമേ PGക്ക് അഡ്മിഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുട്ടി മേജറും മൈനറും തിരഞ്ഞെടുക്കേണ്ടത് PGയുടെ കൂടി അഡ്മിഷനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഈ ഓറിയന്റേഷന്റെ സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോ കുട്ടിയുടെ എന്തിനാണ് കുട്ടി പഠിക്കാൻ വരുന്നത് എന്നുള്ള താല്പര്യത്തിനനുസരിച്ചാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഫിസിക്സ് എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് കുറച്ചുകൂടി സയന്റിഫിക് ശാസ്ത്രീയ ബോധമുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫിസിക്സ് ആണ് പഠിക്കുന്നത് എന്നുള്ള താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഫിസിക്സിൽ സയന്റിസ്റ്റ് ആയിട്ട് മാറാനോ ഫിസിക്സ് ടീച്ചറായി പോകാനോ ഒന്നുമല്ല എനിക്കിഷ്ടം. എനിക്കിഷ്ടം സിവിൽ സർവീസാണ്. അപ്പൊ ഞാൻ സിവിൽ സർവീസിലേക്ക് പോകാൻ വേണ്ടിയാണ് ഫിസിക്സ് പഠിക്കുന്നത്. കാരണം കുറച്ചുകൂടി ചിട്ട ഉണ്ടാവും സയൻസ് പഠിച്ചാൽ, അതൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ഫിസിക്സ് തിരഞ്ഞെടുത്തു. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് കെമിസ്ട്രിയും മാത്സും പഠിക്കണം എന്ന് പറയുന്നത്. പക്ഷെ കെമിസ്ട്രി മാത്സും എനിക്ക് വേണ്ട. ഞാൻ ആലോചിക്കുന്നത് സിവിൽ സർവീസിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്യണം. അപ്പൊ അതിനനുബന്ധമായ വിഷയങ്ങളാണ് എനിക്ക് വേണ്ടത്. ഞാൻ 6 വ്യത്യസ്ത മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നു. നോക്കൂ, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, പിന്നെ ഇംഗ്ലീഷ്, മലയാളം. ഇത് എൻ്റെ സിവിൽ സർവീസ് പഠനത്തിലേക്കുള്ള വഴി തെളിയിക്കുന്ന കോഴ്സുകളാണ്. അതാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ മെച്ചം. എന്നിട്ട് ഞാൻ തന്നെ തിരഞ്ഞെടുക്കുകയാണ് മൈനർ സെറ്റ്. മലയാളം ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു മൈനർ സെറ്റ് എടുക്കുകയാണ്. അത് സിവിൽ സർവീസ് മലയാളം. സിവിൽ സർവീസ് മലയാളം എന്ന് പറയുന്ന ഒരു മൈനർ സെറ്റ് ആര് വെച്ചിട്ടുണ്ട്? മലയാളം ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുണ്ട്. കുട്ടി അതെടുത്ത് പഠിക്കുന്നു. നോക്കൂ, ഇവിടെ തന്നെ ഓറിയന്റേഷൻ പോവാണ്. അപ്പോഴാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് കൊടുക്കുന്നത്. അത് മത്സര പരീക്ഷകളിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. കുട്ടി അതെടുത്തു. കുട്ടി മത്സര പരീക്ഷയ്ക്ക് വേറെ എവിടെയും പോകണ്ട. അപ്പോഴാണ് മലയാളം ഡിപ്പാർട്ട്മെന്റ് ഇതേപോലെ തന്നെ ഒരു BSc കൊടുക്കുന്നത് മത്സര പരീക്ഷകളിലെ ഒരു സ്കിൽ SEC കൊടുക്കുന്നത് മത്സര പരീക്ഷകളിലെ മലയാളമാണ്. കുട്ടി അതും പഠിച്ചു. ഇപ്പുറത്ത് കുട്ടി തെരഞ്ഞെടുക്കുന്നത് MDCയിൽ കുട്ടി തെരഞ്ഞെടുക്കുന്നത് നവോത്ഥാന കേരളമാണ്. അത് MDCയിൽ ഒരെണ്ണം കേരളത്തിന് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതിൽ നവോത്ഥാനം എന്നുള്ള ഭാഗമാണ് കുട്ടി സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നോക്കി നോക്കൂ, കുട്ടിക്ക് PSC പരീക്ഷയുടെ 20% നവോത്ഥാനം കിട്ടി, അതിന്റെ ഇംഗ്ലീഷ് കിട്ടി, അതിന്റെ മലയാളം കിട്ടി. ഇത്ര മനോഹരമായ രീതിയിലൊക്കെ ചിലപ്പോൾ ഈ കോഴ്സുകൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ പറഞ്ഞതാണ്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആവും. ആ രീതിയിലേക്ക് ഓരോ കോഴ്സുകളും ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഓറിയന്റേഷന്റെ സമയത്ത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇത് കുട്ടികൾക്കുള്ള കോഴ്സ്. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കേണ്ടതാണ്. നിലവിൽ കുട്ടികൾ ഇവിടെ നിന്ന് അകന്നു പോകുന്ന കുട്ടികളെ കൂടി ഇതിന്റെ ഭാഗമാക്കി മാറ്റാനാണ്. ഒട്ടും അട്രാക്റ്റീവ് അല്ലാതിരുന്ന സയൻസ് സബ്ജക്റ്റുകൾ, മാത്തമാറ്റിക്സ് പോലെയുള്ള, ഫിസിക്സ് പോലെ, കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകൾ, വിഷയം നല്ല ഗൗരവമുള്ള വിഷയമാണ്. പക്ഷെ
പഠിക്കാൻ കുട്ടികൾ വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. NG യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഒരു കോളേജിൽ പോയത്, ഒരു എയ്ഡഡ് കോളേജില് മാത്സിന് ഒരു കുട്ടിയാണ്. ചില കോളേജുകളിൽ മാത്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇല്ലാണ്ടായി പോയി. അപ്പൊ എന്ത് ചെയ്യണം, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവണം, കുട്ടി ഫലപ്രദമായ രീതിയിൽ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം. അത് ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിയണം. അതിനനുസരിച്ച് അപ്പൊ ഇനി ഒരുപക്ഷെ സയൻസ് വിഷയങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ വന്നു എന്ന് വരും വളരെ രീതിയിൽ. കാരണം നാനോ ടെക്നോളജി, ഡാറ്റ സയൻസ്, റോബോട്ടിക്സ്, അതുപോലെ തന്നെ AI തുടങ്ങിയ വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട്, നമ്മുടെ പേപ്പറുകളുടെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതെല്ലാം ഇതിനകത്ത് ബന്ധിപ്പിക്കുന്നു. പിന്നെ കെയർറീറ്റ് പോലെയുള്ള ഒരു സോഫ്റ്റ്വെയറിൽ എല്ലാം ചെയ്യുന്നു. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് സിസ്റ്റം വരെ ഈ വർഷം ഉണ്ടാവില്ലെങ്കിൽ അടുത്ത വർഷം മുതൽ അതൊക്കെ ആ രീതിയിലേക്ക് നടപ്പിലാവും എന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന് പോകുന്നു. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, ഒരു 20% ഓട്ടോണമി ആർക്കുണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ, ഇതുവരെ നമ്മുടെ പിന്നെ സിലബസ് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. ആരോ തയ്യാറാക്കുന്നു, നമ്മളത് പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ 20% സിലബസ് ഓരോ ടീച്ചറും അവർ പഠിപ്പിക്കുന്ന പേപ്പറിന്റെ സിലബസ് അവര് തന്നെയാണ് തയ്യാറാക്കുന്നത്. അതാണ് ഇതിന്റെ ഓട്ടോണമി എന്ന് പറയുന്നത്. അപ്പോ 5 മൊഡ്യൂൾ ഉള്ളതിൽ 4 മൊഡ്യൂളേ ഉണ്ടാവുള്ളൂ. 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അതിന് വേണമെങ്കിൽ ഒരു പ്രാദേശിക സ്വഭാവം കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ വേഗം ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, അതായത് ഒരു പ്രത്യേക ഭാഗം വേണമെങ്കിൽ നമ്മുടെ അവിടുത്തെ ഒരു സാഹിത്യകാരനെ അല്ലെങ്കിൽ പ്രാദേശികമായ ഒരു എഴുത്തുകാരനെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കാം. ഗുരുവായൂർ പിന്നെ ശ്രീകൃഷ്ണ കോളേജിലാണെങ്കിൽ കോവിലിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ അതിനേക്കാൾ ഭംഗിയായിട്ട് പറയുന്നത്, കൊമേഴ്സുകാർ കോപ്പറേഷൻ പഠിപ്പിക്കുന്നു. കോപ്പറേഷന്റെ പേപ്പറിന് 5ാമത്തെ യൂണിറ്റ് അവർ കൊടുക്കുന്ന ഒരു നിർദ്ദേശം മാത്രം ബോർഡ് ഓഫ് സ്റ്റഡീസ് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ പ്രാദേശികമായ ഒരു സഹകരണ സംഘം എന്നാണെങ്കിൽ ഊരാളുങ്കൽ സർവീസ് സഹകരണ സംഘത്തെ പരിചയപ്പെടുത്താൻ മടപ്പള്ളി കോളേജിലെ കോമേഴ്സ് ടീച്ചർമാർക്ക് പറ്റും. ഇത് പ്രാദേശികമായ അറിവാണ്. അതായത് ഫോക്ലോർ പഠിക്കുന്ന ഒരു കുട്ടിക്ക്, കുട്ടി പടയണി പഠിക്കും, തെയ്യം പഠിക്കും, ഒക്കെ പഠിക്കും. പക്ഷെ സ്വന്തം നാട്ടിലെ ഒരു കലാരൂപം, പ്രാദേശികമായ ഒരു കലാരൂപത്തെ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം. ഇതൊരു പ്രാദേശികമായ കണ്ടന്റിനെ ഉൾപ്പെടുത്താന്നുള്ള. അതിനേക്കാൾ അപ്പുറമുള്ളത് നമുക്ക് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ കൊണ്ടുവരാം. ഉദാഹരണത്തിന് ഇംഗ്ലീഷിന്റെ പിന്നെ പേപ്പറിൽ, അതിന്റെ ഒരു കോർ പേപ്പറിനകത്ത് കണ്ടംപററി ലിറ്ററേച്ചർ എന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പൊ നമ്മൾ 2019 സിലബസിൽ കണ്ടംപററി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും പുതിയ എഴുത്തുകാര്, ആനുകാലികങ്ങളിൽ വന്ന കഥ, കവിത, അതുപോലെ ഏറ്റവും പുതിയ നോവലൊക്കെയാണ് പഠിക്കുന്നത് വിചാരിക്കാം. നോക്കൂ, അന്നാണ് ഇട്ടത്. 2024 ടീച്ചർ പോയിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ് കണ്ടംപററി ലിറ്ററേച്ചർ. ഒരു കണ്ടംപററി ഇല്ല, 2019 അത് കണ്ടംപററി. ഇപ്പോ അത് ഒട്ടും ചേരുന്നതല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും പുതിയതിനെ കൊണ്ടുവരാൻ പറ്റും. ഏത് സബ്ജക്റ്റിലെയും ഏത് ഡിസിപ്ലിനിലെയും ഏറ്റവും പുതിയ അറിവിനെ നമുക്ക് ഈ 20% കൊണ്ടുവരാം. അങ്ങനെ എല്ലാ വർഷവും നവീകരിക്കപ്പെട്ട ഒരു സിലബസ് ആയിരിക്കും ഇനി മുതൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അത് തന്നെ നമുക്കൊരു ത്രില്ല. കാരണം പഠിപ്പിച്ചത് തന്നെ പഠിപ്പിക്കുക അല്ലെ, അതൊരു ചർവണായി മാറുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഇതൊന്ന്. പിന്നെ നമുക്കുള്ളത് ഈ അക്കാഡമിക് വീക്ക് എന്ന് പറയുന്നത് 15 ആണുള്ളത്. 18 ആഴ്ചയിൽ 3 ആഴ്ച നമ്മൾ മാറ്റി നിർത്തി 15 ആഴ്ചയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 75 മണിക്കൂറാണ് അതിന് വേണ്ടിയിട്ടുണ്ടാവുക. അതാണ് ഒരു മാറ്റം ഉള്ളത്. ബാക്കിയുള്ള സമയം നമ്മൾ ഇന്റേണൽ എക്സാമിനേഷനും ബാക്കിയൊക്കെ ആയിട്ട് കഴിഞ്ഞ സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കൂടുതൽ കരിക്കുലത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പാത്വേ ആണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം. പാത്വേ എന്ന് പറഞ്ഞാൽ വഴി തന്നെയാണ്, അക്കാഡമിക് പാത്വേ ആണ്. അക്കാദമിക വഴികളാണ് കുട്ടി തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള ബിരുദം നേടാൻ കുട്ടി 5 തരത്തിലുള്ള പാത്വേകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ പാത്വേ എന്താണെന്ന് കൂടി പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. സിഗ്നേച്ചർ കോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യാൻ നമ്മളൊരു പ്രത്യേക എക്സ്പേർട്ട് ആണെങ്കിൽ അത് ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൊടുത്തിട്ട് അതിന്റെ അനുവാദം വാങ്ങിയാലും നമുക്കൊരു സിഗ്നേച്ചർ കോഴ്സ് ഉണ്ടാക്കാം. അത് നമ്മുടെ പേരിലും പിന്നെ യൂണിവേഴ്സിറ്റിയിൽ അത് എല്ലാവർക്കും എടുക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ അടുത്ത വർഷം മുതലൊക്കെ എല്ലാ അധ്യാപകർക്കും എന്ത് ചെയ്യാം, 100% ഓട്ടോണമി സിലബസിൽ കിട്ടുകയാണ് ചില അധ്യാപകർക്കൊക്കെ. പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ എല്ലാ ഇതുണ്ട്. ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കൂ.
നോളജ് അക്വസിഷൻ ഉണ്ട് PO1, കമ്മ്യൂണിക്കേഷൻ കൊളാബറേഷൻ ഇൻക്ലൂസീവ് ലീഡർഷിപ്പ് ഉണ്ട്, മൂന്നാമത്തത് പ്രൊഫഷണൽ സ്കില്ലാണ്, നാലാമത്തെ ഡിജിറ്റൽ ഇന്റലിജൻസ് ആണ്, 5 സയന്റിഫിക് അവയർനെസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, 6 ഹ്യൂമൻ വാല്യൂസ്, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് സൊസൈറ്റിയൽ ആൻഡ് എൻവറോൺമെന്റൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ 7ാമത്തത് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതൊക്കെ വന്നതെന്ന് ആലോചിച്ചത്? ഈ രീതിയിലുള്ള ഔട്ട്കം ഉണ്ടാകണം, റിസർച്ച് നടക്കണം, ഇന്നോവേഷൻ നടക്കണം, എന്റർപ്രണർഷിപ്പ് നടക്കണം, ഡിജിറ്റൽ ഇന്റലിജൻസ് ഉള്ള ആളുകളായിട്ട് മാറണം. അപ്പൊ അതിനനുസരിച്ചുള്ള സിലബസ് ആണ് ഇനി വരിക. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ പൊതുവില് ഇത്രയേ ഉള്ളൂ. 3 വർഷത്തെ ഡിഗ്രി എന്ന് പറഞ്ഞാല് 180-ൽ 133 ക്രെഡിറ്റ് വേണം. 4 വർഷത്തെ ഡിഗ്രി 2 തരത്തിലുണ്ട്. രണ്ടിനും വേണ്ടത് 240-ൽ 177 ക്രെഡിറ്റ് ആണ്. അതിൽ 12 ക്രെഡിറ്റ് ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്താൽ ആ കുട്ടി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന സാധനമാണ് ചെയ്യാം. ഇനി അതിന് തുടർച്ചയായിട്ട് വരാൻ പോകുന്നത് ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകളായിരിക്കും. അത് 244-ൽ 221 ക്രെഡിറ്റ് ആണ് നേടേണ്ടത്. പിന്നെ ബാക്കിയൊക്കെ നമുക്കറിയാം. 1 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 1 ലെക്ചർ അവറാണ്. പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കം ഉണ്ടെങ്കിൽ അത് 2 അവറായി പരിഗണിക്കും. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ തിയറിയുടെ ലാബാണ്. പ്രാക്ടിക്കം എന്ന് പറയുന്നത് തിയറിയുടെ അല്ലാത്ത പ്രാക്ടീസാണ്. അത് ക്ലാസ് റൂം പ്രാക്ടീസ് ആവും. ഉദാഹരണത്തിന് ഇംഗ്ലീഷുകാര് ഒരു ട്രാൻസ്ലേഷൻ നടത്തിയാൽ, ഒരു തിയറി പഠിപ്പിച്ചിട്ട് അത് ട്രാൻസ്ലേഷന്റെ തിയറി പഠിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അത് പ്രാക്ടിക്കമായി മാറും. അതാണ് അവിടെ സംഭവിക്കുന്നത്. 50% മേജർ വിഷയം പഠിക്കണം, 20% മൈനർ വിഷയം പഠിക്കണം. പൊതുവായിട്ട് പഠിക്കേണ്ട കോഴ്സുകളുടെ പേര് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്നാണ്. അത് 30% പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 39 ക്രെഡിറ്റ് ആണ് 3 വർഷം കൊണ്ട് പഠിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഒരു കോമ്പൗണ്ടേഴ്സ്. ഫൗണ്ടേഷനിൽ 2 തരം ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. ഒന്ന് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ, എല്ലാവരും പഠിക്കണ്ടേ, നമ്മൾ കോമൺ കോഴ്സുകൾ എന്ന് പറഞ്ഞ സാധനം. മറ്റേത് ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സുകളാണ്. നോക്കൂ, ഡിസിപ്ലിനിലും ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. ഇപ്പൊ ഡിഗ്രിക്ക് ചേർന്നിട്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടി ഫൗണ്ടേഷൻ ഒന്നുമല്ല പഠിക്കുന്നത്. ചിലപ്പോ ഏറ്റവും ടഫുള്ള പേപ്പർ ആയിരിക്കും. ഫൈനൽ ഇയറിലായിരിക്കും ചിലപ്പോൾ കുട്ടി ഏറ്റവും എളുപ്പമുള്ളത്. ഇനി അങ്ങനെയല്ല, ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുക. അതായത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന 2 സെമസ്റ്ററിൽ പഠിക്കുന്ന കോഴ്സുകൾ ഒരു 200 ലെവല്, അത് കഴിഞ്ഞിട്ട് 3rd-ഉം 4th-ഉം സെമസ്റ്ററിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത് ഒരു 300 ലെവൽ കോഴ്സുകൾ, അത് കഴിഞ്ഞിട്ട് ഒരു 400 ലെവൽ കോഴ്സുകൾ, അത് കഴിഞ്ഞ് 500 ലെവൽ കോഴ്സുകൾ എന്നുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് 4 തരത്തിലാണ്. AEC-യും SEC-യും BAC-യും MDC-യാണ്. AEC എന്ന് പറഞ്ഞാൽ എബിലിറ്റിയാണ്, അവിടെ ലാംഗ്വേജ് എബിലിറ്റിയാണ് പറയുന്നത്. അപ്പോ ഇതൊക്കെ ചില നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി കോമൺ കോഴ്സുകളിൽ ഇംഗ്ലീഷ് എന്ന് ഇനി നമ്മൾ പറയുന്നില്ല, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഇംഗ്ലീഷാണ്. അപ്പോ അതിൽ ഒരെണ്ണം, ആകെ 4 കോഴ്സുകളാണുള്ളത്. 2 ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നടത്തും, 2 അതർ ഡിപ്പാർട്ട്മെന്റ്സും നടത്തും. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതില് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നതിന് പ്രാക്ടിക്കം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ SEC എന്ന് പറഞ്ഞാൽ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ്. ചില സ്കില്ലുകൾ ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ, പ്രസന്റേഷൻ സ്കില്ല്, അതുപോലെ തന്നെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയബിലിറ്റി, ഇങ്ങനെ കുറെ സ്കില്ലുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പരിശീലനമായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ചില പേപ്പറുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും നടത്താൻ ഉള്ള അനുവാദമുണ്ട്. അടുത്തത് വാല്യൂ ആഡഡ് കോഴ്സാണ്. വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വാല്യൂ പഠിപ്പിക്കണം. അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞത് ഇന്ത്യൻ വാല്യൂ സിസ്റ്റത്തിൽ നിന്ന് ഒരു വാല്യൂ പഠിപ്പിക്കുന്നതാണ്, വാല്യൂകൾ പഠിപ്പിക്കുന്നതാണ്. നമ്മളത് കേരള കോണ്ടസ്റ്റിലേക്ക് മാറ്റി അവിടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട മൂല്യങ്ങൾ എന്ന് പറഞ്ഞാല് ജെൻഡർ ആണ്, എൻവിറോൺമെന്റൽ ആണ്, ലീഗൽ അവയർനെസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ്, ജനാധിപത്യ ബോധം ഉണ്ടാവണം, അല്ലെ, വേസ്റ്റ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. നമ്മള് ഓഡിറ്റ് കോഴ്സുകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓഡിറ്റില്ലാതെ നടത്തിയ ഒരു ഓഡിറ്റ് കോഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ഇത് അതിലേക്ക് പോകുന്നു, അതുമായി ബന്ധപ്പെട്ടത്. പക്ഷെ ഇവിടെ അതല്ല നടത്തുന്നത്. ഇത് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റുകളാണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷും അതുപോലെ തന്നെ അഡീഷണൽ ലാംഗ്വേജുമാണ് BSc കൊടുക്കുന്നത്. MDC മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളാണ്. മൾട്ടി ഡിസിപ്ലിനറി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എടുക്കാതെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ പഠിക്കുക. അതാണ് നമ്മൾ നേരത്തെ നടത്തിയിരുന്ന ഓപ്പൺ കോഴ്സുകൾ. ആ ഓപ്പൺ കോഴ്സുകൾ പോലെയുള്ള MDC കോഴ്സുകളുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും MDC അനൗൺസ് ചെയ്യാം, മേജർ ഉള്ള ഡിപ്പാർട്ട്മെന്റിന് MDC അനൗൺസ് ചെയ്യാം. പക്ഷെ MDC 3 അനൗൺസ് ചെയ്യുന്നത്
ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ അഡീഷണൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റുമാണ്. അത് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള നോളജ് സിസ്റ്റം ആണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിനൈസൻസ്. ഇപ്പോ കൊമേഴ്സുകാർ പഠിക്കാൻ പോകുന്നത് വാണിജ്യ കേരളത്തെയാണ് കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വാണിജ്യ സിസ്റ്റത്തിന് ആ ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടല്ലോ പണ്ട് മുതൽ ഉണ്ടായിരുന്ന ആ സാധനം പഠിക്കും. ഹ്യൂമാനിറ്റീസുകാര് നവോത്ഥാന മൂല്യങ്ങളെ കുറിച്ച് പഠിക്കും. സയൻസുകാര് കേരളത്തിലെ ശാസ്ത്രത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഗണിത ശാസ്ത്രം അങ്ങനത്തെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ആ രീതിയിലാണ് MDC കോഴ്സ്. അതിന്റെ ഒരു ചാർട്ട് ഇങ്ങനെയാണ്. നമുക്ക് മൊത്തം 39 ക്രെഡിറ്റ് ആണ് വേണ്ടത്. ആകെ 13 പിന്നെ കോഴ്സുകളാണുള്ളത്. അത് വെച്ചുകൊണ്ട് നമ്മൾ 39 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30%. ഇതാ 3 വർഷത്തേക്കാട്ടോ ഇത് പറയുന്നത്. 4 വർഷത്തേക്ക് ഈ സാധനം ഇല്ല. ഈ ഫൗണ്ടേഷൻ കോഴ്സുകൾ 3 വർഷത്തിന്റെ ഉള്ളിൽ കഴിയാൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ 5ാമത്തെ സെമിസ്റ്ററിലോ 6ാമത്തെ സെമിസ്റ്ററിലോ ഒക്കെ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട്. അതുകൂടി നമ്മൾ ഓർമ്മിക്കണം. പക്ഷെ ആ കോഴ്സിന്റെ ലെവല് കുറച്ച് കൂടിയിട്ടുണ്ടാവും. അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? അതായത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് സെമിസ്റ്റർ 1-ല് 2 ഉള്ളത്. AEC 1-ഉം 2-ഉം. അതൊന്ന് ഇംഗ്ലീഷും ഒന്ന് അഡീഷണൽ ലാംഗ്വേജ്. അത് നോക്കി. സെമിസ്റ്റർ 2-ലുള്ളത് AEC 3, AEC 4. അത് കൊടുക്കുന്നത് ഇംഗ്ലീഷും അഡീഷണൽ ലാംഗ്വേജും. MDC കൊടുക്കുന്നത് സെമിസ്റ്റർ 1-ല് എല്ലാ ഡിപ്പാർട്ട്മെന്റും, സെമിസ്റ്റർ 2-ല് എല്ലാ ഡിപ്പാർട്ട്മെന്റും, സെമിസ്റ്റർ 3-ല് ഞാൻ പറഞ്ഞ KS വെച്ചുകൊണ്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ അതർ ലാംഗ്വേജസും. വാല്യൂ ആഡഡ് കോഴ്സ് സെമിസ്റ്റർ 3-ലാണ് തുടങ്ങുന്നത്. VSC 1 കൊടുക്കുന്നത് ഇംഗ്ലീഷ്, VSC 2 കൊടുക്കുന്നത് ഇംഗ്ലീഷ്, VSC 3 കൊടുക്കുന്നത് അഡീഷണൽ ലാംഗ്വേജുകളാണ്. ഹിന്ദി, സംസ്കൃതം, മലയാളം, അറബിക്കൊക്കെയാണ് കൊടുക്കുന്നത്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ 4ാമത്തെ സെമിസ്റ്ററിലാണ് തുടങ്ങുന്നത്. അത് 1 കൊടുക്കുന്നത് ഇംഗ്ലീഷാണ്, 2 കൊടുക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റുമാണ്, 3 കൊടുക്കുന്നത് മേജറുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. നോക്കൂ, അങ്ങനെ 6 സെമിസ്റ്ററുകളിലും ഫൗണ്ടേഷൻ കോഴ്സുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും കോഴ്സ് അനൗൺസ് ചെയ്യാം. കുട്ടി ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ ഏതിൽ നിന്നും കോഴ്സ് എടുക്കാം. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞത് എല്ലാ ഡിപ്പാർട്ട്മെന്റും അനൗൺസ് ചെയ്യും. കുട്ടിക്ക് ഇത് നമ്മുടെ വർക്കിലോട് വെച്ചിട്ടാണ് നമ്മൾ അനൗൺസ് ചെയ്യേണ്ടത്. കുട്ടിക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആ രീതിയിലാണ്. അപ്പോ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ചെയ്യുന്നത് എല്ലാ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എടുക്കണം. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ കോഴ്സുകൾ എന്ന് പറഞ്ഞാല് മേജർ ആണെന്ന് 50% പഠിക്കണം. അപ്പോ 3 വർഷത്തിൽ 68 ക്രെഡിറ്റ് എടുക്കണം. 50% എന്ന് പറഞ്ഞാല് 133-ന്റെ. അത് 17 കോഴ്സുകളിൽ നിന്നാണ് പഠിക്കേണ്ടത്. 4 വർഷം എന്ന് പറഞ്ഞാല് 88 ക്രെഡിറ്റ് എടുക്കണം. 177-ന്റെ 50% പ്ലസ് 12 അഡീഷണൽ ക്രെഡിറ്റും കൂടി എടുക്കണം. അതെങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ 7ാമത്തെ സെമിസ്റ്ററിൽ 5 മേജർ കോഴ്സുകൾ 14-20 ക്രെഡിറ്റ്. 8ാമത്തെ സെമിസ്റ്ററിൽ ഒരു 12 ക്രെഡിറ്റ് ഉള്ള പ്രോജക്റ്റ് ചെയ്യാം. ഓപ്ഷണലാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3 കോഴ്സുകൾ പഠിച്ചാൽ മതി. 3 മേജർ കോഴ്സുകൾ 4 ക്രെഡിറ്റ് ഉള്ളത് പഠിച്ചാലും 12 ആവും. ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൈനർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിസിപ്ലിനോ അല്ലെങ്കിൽ മറ്റു ഡിസിപ്ലിനോ എന്നാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് മാറ്റി, റെഗുലേഷൻ മാറ്റി, അലൈഡ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് എടുക്കുന്ന പേപ്പറിനെ മാത്രമാണ് കോഴ്സിനെ മാത്രമാണ് നമ്മൾ മൈനർ എന്ന് വിളിക്കുന്നത്. അതിൽ PG ഉണ്ടായിരിക്കണം. അല്ലാതെ ഏതെടുത്താലും അത് മൈനർ ആയിരിക്കില്ല. പക്ഷെ എക്സംഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് കൊടുക്കാം, കുട്ടിക്ക് എടുക്കുകയും ചെയ്യാം. പക്ഷെ മൈനറിന്റെ ബെനിഫിറ്റ് കുട്ടിക്ക് കിട്ടില്ല. മൈനർ ഒരു 3 വർഷം കൊണ്ട് പഠിക്കേണ്ടത് 24 ക്രെഡിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 6 കോഴ്സുകളാണ്. 6, 4, 24. 4 വർഷത്തെ മൈനർ ആണെങ്കിൽ 2 ക്രെഡിറ്റ് കൂടി കൂടുതൽ പഠിക്കണം. അങ്ങനെ 8 എണ്ണാണ് വേണ്ടത്. 8 കോഴ്സുകൾ പഠിക്കണം. 32 ക്രെഡിറ്റ് വരണം. 3 വർഷം കൊണ്ട് 24 ക്രെഡിറ്റ്, 4 വർഷമാണെങ്കിൽ 32 ക്രെഡിറ്റ് ആണ്. ആ 2 മൈനർ കോഴ്സുകൾ കുട്ടികൾക്ക് വേണമെങ്കിൽ 8ാമത്തെ സെമസ്റ്ററിലാണ് ഉണ്ടാവുക. അത് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ താഴെ പോയിട്ട് വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ ഇരുന്നാലും മതി. അങ്ങനെ ഒരു സംവിധാനമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മൈനറും മേജറും ഒക്കെ ആയി. അപ്പൊ അത് വെച്ചുകൊണ്ട് 3 വർഷത്തെ മേജർ പാത്വേ എന്ന് പറഞ്ഞാൽ 17, 4, 68, മൈനർ പാത്വേയിൽ 6, 4, 24, പിന്നെ ഒരു ഇന്റേൺഷിപ്പിന്റെ 2 കൂട്ടിയാൽ 94. അപ്പൊ ഈ 94 കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ 39 ക്രെഡിറ്റ് ജനറൽ ഫൗണ്ടേഷനും കൂടി ചേർത്താൽ 133 ക്രെഡിറ്റ് ആവും.
അത് 4 വർഷത്തേക്ക് പോകുമ്പോൾ മേജർ അഡ്വാൻസിൽ 5 കോഴ്സുകൾ 4 ക്രെഡിറ്റ് ഉള്ളത് 20, പിന്നെ മേജർ ക്യാപ്സ്റ്റോൺ കോഴ്സുകളിൽ റിസർച്ച് പ്രോജക്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളായിട്ട് 3 കോഴ്സുകൾ അതല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്താൽ കിട്ടി. പിന്നെ മൈനർ പാത്വേയിലുള്ള കോഴ്സാണ് കുട്ടി പഠിക്കുന്നത്. ഏതാണോ പാത്വേ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, കുട്ടിക്ക് ചെയ്യാം. അങ്ങനെ ടോട്ടൽ 44 ക്രെഡിറ്റ് കുട്ടി 4ാമത്തെ വർഷം എടുത്തു. അപ്പൊ ഇതാണ് ഓണേഴ്സ്. ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ലൈഡിനകത്തുള്ള സാധനമാണ്. ഒരു പ്രധാന വിഷയത്തെ, ഒരു മേജർ വിഷയത്തെ കുട്ടി വളരെ സമഗ്രമായിട്ട് പഠിക്കുന്നു, അതിൽ പ്രോജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ ഇത് ചെയ്യുന്നു. ഇതാണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഓണേഴ്സിന്റെ ഒരു വ്യത്യാസം, ഈ റിസർച്ച് പ്രോജക്റ്റ് കൂടി ചെയ്താൽ എന്തായി, അത് ഓണേഴ്സ് വിത്ത് റിസർച്ച് ആയി മാറും. ഇനിയുള്ളൊരു സാധനം മേജർ സ്വിച്ചിങ്. നമുക്ക് സ്വിച്ച് ചെയ്യാം. അതായത് സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ, ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞിട്ട് 3rd സെമസ്റ്ററിൽ എത്തുമ്പോൾ നമുക്ക് മേജർ മാറാം. ഈ മേജർ അത്ര ശരിയല്ല എന്ന് തോന്നിയാൽ നമ്മൾ മേജർ മാറണം. മാറാനുള്ള ഒരു ഇതെന്താ വെച്ചാൽ, ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ 4 ക്രെഡിറ്റ് ചെയ്തിരിക്കണം. 4 ക്രെഡിറ്റ് ചെയ്തിട്ട് തന്നെ കുറെ ആൾക്കാരുണ്ട് വിചാരിക്കും. അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കോളേജില് BA മലയാളത്തിന് ചേർന്ന 50 കുട്ടികളില് ഒരു 25 കുട്ടികൾ സെക്കൻഡ് ഇയറിൽ റീന ടീച്ചറോട് പറയാണ്, ഞങ്ങള് ഇനി ഇവിടെ ഇരിക്കുന്നില്ല, ഞങ്ങള് BA ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മേജർ വിഷയം ഹിസ്റ്ററി ആക്കാൻ പോവാണ്. അതിൽ ഒരു നിബന്ധന, കുട്ടി മൈനർ ആയിട്ട് ഹിസ്റ്ററി എടുത്തിരിക്കണം. പക്ഷെ ഈ കുട്ടികളെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ക്ലാസ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഹിസ്റ്ററിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഡിസിപ്ലിനിൽ കുട്ടികൾ വരികയാണ്. അങ്ങനെ ഒരു 100 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 19 കുട്ടികൾ ഹിസ്റ്ററിയിലേക്ക് വരാൻ തീരുമാനിച്ചു എന്നിരിക്കുക, ഹിസ്റ്ററി മേജർ ആയിട്ട് എടുക്കാൻ. ഇതൊക്കെ ഹിസ്റ്ററി മൈനർ ആയിട്ട് പഠിച്ച കുട്ടിയാണ്. എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നു, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 4 ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് LF-ൽ നിന്നും 2 കുട്ടികൾ വന്നു, അല്ലെങ്കിൽ അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു വിവേകാനന്ദയിൽ നിന്ന് 2 കുട്ടികൾ വന്നു ഈ നമ്മുടെ കോളേജിലേക്ക്. അവരും അപ്ലൈ ചെയ്തു. എന്ത് ചെയ്യണം, നമുക്ക് മേജർ സ്വിച്ച് ചെയ്യാനുള്ള ഒരു ലിമിറ്റ് നമ്മൾ വെച്ചത്. അതായത് സാങ്ഷൻ സ്ട്രെങ്ത്തും അഡീഷണൽ ഇൻടേക്കും ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി അതിനകത്ത് നമ്മുടെ സീറ്റ് 60 ആണെങ്കിൽ ആ 60ന്റെ 10% മാത്രമാണ് സ്വിച്ചിങ് അനുവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 6 കുട്ടികളെ നമുക്ക് ഇതിലേക്ക് എടുക്കാം. 6 കുട്ടികളെ മാത്രമല്ല എടുക്കാൻ പറ്റുന്നത്. മലയാളത്തിന് ചേർന്ന കുട്ടി 1ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞപ്പോ 5 കുട്ടികൾ TC വാങ്ങിപ്പോയി വിചാരിക്കാം. അപ്പൊ ആ 5 ഒഴിവുകളും കൂടി ഉണ്ട്. ആ 6ഉം + 5ഉം 11 സീറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് അഡ്മിഷൻ എടുക്കാം. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ 2ാമത്തെ വർഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ഈ കുട്ടികളിൽ ഏറ്റവും ടോപ്പ് മാർക്കുള്ള 6 കുട്ടികളെയാണ് നമ്മൾ എവിടേക്ക് എടുക്കേണ്ടത്, മേജറിലേക്ക് എടുക്കേണ്ടത്. മൈനറും ഇതേപോലെ സ്വിച്ച് ചെയ്യാം. മൈനർ സ്വിച്ച് ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാല്, മൈനറിന് ദർ ഇസ് നോ അപ്പർ ലിമിറ്റ്. മൈനർ കോഴ്സിന് അപ്പർ ലിമിറ്റ് ഇല്ല. അപ്പൊ എത്ര കുട്ടികളെ വേണമെങ്കിലും, മിനിമം ഇല്ല മാക്സിമം ഇല്ല. നമുക്കൊരു ക്ലാസ്സിൽ എത്ര കുട്ടികളെ ഇരുത്താൻ പറ്റുമോ അത്രയും കുട്ടികളെ മൈനറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതൊന്നും അങ്ങനെ മാറാനൊന്നും സാധ്യതയില്ല. മാറേണ്ടി വരുന്നത് ഒരു കുട്ടിക്ക് ഒരു വിഷയം കൊണ്ടുപോകാൻ പറ്റാത്ത സമയത്ത്, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യണം നിർബന്ധം വരുന്ന സന്ദർഭങ്ങളിൽ. അതിന് ഞാൻ ഒരു പ്രായോഗികമായിട്ട് ഒരു സാധനം പറയാം. ചിലപ്പോ സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇപ്പൊ ശ്രീകൃഷ്ണ കോളേജിലെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ് ഉണ്ട് വിചാരിക്കാം, അത് ഫിസിക്സ് ആണെന്നും വിചാരിച്ചോളൂ. എനിക്ക് ഫിസിക്സ് പഠിക്കാനാണ് താല്പര്യം. ഞാൻ ശ്രീകൃഷ്ണ കോളേജിലേക്ക് അപ്ലൈ ചെയ്തു. ഫിസിക്സിന് 1ാമത്തെ ചോയ്സ് ആയിട്ട് ഫിസിക്സ് എടുത്തിട്ട് മേജറിലേക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. പക്ഷെ എനിക്ക് ശ്രീകൃഷ്ണ കോളേജില് കെമിസ്ട്രിക്ക് കിട്ടി. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കാലത്തൊക്കെ എങ്ങനെയാ ചെയ്ത് പിന്നെ എന്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ കെമിസ്ട്രി പേറി നടക്കണം. അങ്ങനെയാണ് നമ്മൾ പല വിഷയങ്ങളും പഠിച്ചത്. പക്ഷെ ഇനി സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ കുട്ടികളെ ഓറിയന്റ് ചെയ്താൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഞാൻ നല്ല മിടുക്കനായ കുട്ടിയാണ്, ഞാൻ കെമിസ്ട്രി നന്നായിട്ട് ഫിസിക്സ് നന്നായിട്ട് പഠിച്ചു. മൈനറായിട്ട് ഞാൻ ഫിസിക്സ് എടുത്തു. ഫിസിക്സ് നന്നായിട്ട് പഠിച്ചു. ഏറ്റവും ടോപ്പ് പെർഫോമൻസിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. 4 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഞാനാണ് ഏറ്റവും ടോപ്പ് മാർക്കുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ഞാനായിരിക്കും വരിക. അപ്പൊ എനിക്ക് എന്തിലേക്ക് സ്വിച്ച് ചെയ്യാം, ഫിസിക്സിലേക്ക് സ്വിച്ച് ചെയ്യാം.
അപ്പൊ ഞാൻ എന്റെ മേജറിനെ മൈനറാക്കി, മൈനറിനെ മേജറാക്കി, അങ്ങനെ മുന്നോട്ട് പോകും. ഇതിനൊരു ചാൻസ് കൂടിയാണ്, ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്, കുട്ടിക്ക് അങ്ങനെ ഒരു ചാൻസ് കൂടി കിട്ടുമെന്നുള്ളതാണ്. ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഓൺലൈൻ കോഴ്സുകൾ ഉണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു. ഏത് ഓൺലൈൻ കോഴ്സ് ആണെന്നുള്ളത് ബോർഡ് ഓഫ് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന് അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടായിരിക്കണം, സിലബസ് ഉണ്ടായിരിക്കണം, സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, ക്ലാസ് ഉണ്ടായിരിക്കണം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പാത്വേ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന സാധനം പാത്വേ ആണ്. ഒരു പാത്വേ സിംഗിൾ മേജർ പാത്വേ ആണ്. സിംഗിൾ മേജർ പാത്വേ എന്ന് പറഞ്ഞാൽ മേജർ എല്ലാം കറക്റ്റ് ആണ്, എല്ലാവരും മേജർ എടുത്തിട്ടുണ്ട്. മേജർ അല്ല പാത്വേ തീരുമാനിക്കുന്നത്, മൈനറാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേകതയിൽ ഒരു കുട്ടി സിംഗിൾ ഒരു മേജർ എടുക്കുന്നു, എ, അതായത് ഫിസിക്സ് എടുക്കുന്നു. കുട്ടി 68 ക്രെഡിറ്റ് അതിൽ നിന്ന് എടുക്കും. ബാക്കി മൈനറിന്റെ, ഇത് ഞാൻ 3 വർഷത്തെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. മൈനറിന്റെ ക്രെഡിറ്റ് 24 എടുക്കേണ്ടത്. അത് കുട്ടി 6 അലൈഡ് സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ കുട്ടി ഫിസിക്സ് മേജർ എടുത്ത കുട്ടി കെമിസ്ട്രി പഠിക്കുന്നു, മാത്സ് പഠിക്കുന്നു, ഹിസ്റ്ററി പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, എക്കണോമിക്സ് പഠിക്കുന്നു, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു. 6 എണ്ണത്തിൽ നിന്നെടുത്തു. ഇത് യഥാർത്ഥത്തിൽ മൈനർ അല്ല കേട്ടോ. അതായത് മിനിമം ഒരു 12 ക്രെഡിറ്റ് എങ്കിലും ഒന്നിൽ നിന്ന് എടുത്താൽ മാത്രമേ അത് മൈനർ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന് മൈനറിന് ബെനിഫിറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ മേജർ എന്ന് വിളിക്കുന്നത്. മൈനർ അല്ല, പക്ഷെ മറ്റൊരു ഇതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവമുള്ള കുട്ടികളായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ കോഴ്സ് എടുക്കുക. എല്ലാവരും എടുക്കണമെന്നില്ല. നമ്മൾ ഈ കുട്ടിയെ ഓറിയന്റ് ചെയ്യേണ്ടത് നീ ഫിസിക്സിൽ ടീച്ചർ ആകാനെങ്കിൽ നിർബന്ധമായിട്ട് കെമിസ്ട്രി പഠിക്കണം, മാത്സ് പഠിക്കണം എന്ന് കുട്ടിയെ നമ്മൾ ആ രീതിയിലാണ് നമ്മളത് ഓറിയന്റ് ചെയ്യേണ്ടത്. കുട്ടിയുടെ ലക്ഷ്യം, അഭിരുചി, താല്പര്യം എന്താണെന്ന് നോക്കിയിട്ട് ആ രീതിയിൽ കോഴ്സ് എടുക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഇങ്ങനെ പഠിച്ച് കുട്ടിക്ക് പോകും. ഇത് 6 എണ്ണത്തിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. കെമിസ്ട്രിന്ന് 1 എടുത്തു, ബാക്കി 5 കുട്ടി കമ്പ്യൂട്ടർ സയൻസ് എടുത്തു, അങ്ങനെ ആയാലും മതി. കെമിസ്ട്രിന്ന് 2, കമ്പ്യൂട്ടർ സയൻസിന്ന് 2, കൊമേഴ്സിന്ന് 2, അങ്ങനെ എടുത്താലും 6 എണ്ണമായി. അങ്ങനെ ഒരു വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിൽ എടുക്കുന്നതിനെയാണ് നമ്മൾ സിംഗിൾ മേജർ എന്ന് വിളിക്കുക. ചില കുഴപ്പക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതൊന്നും നോക്കൂല, ക്ലാസ്സിന്റെ അല്ലെ 6 ക്ലാസ് കയറി ഇരിക്കാം എന്നുള്ള ധാരണയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ കോഴ്സ് എടുക്കും. അതൊക്കെ ഒരു 10% ഉണ്ടാവുള്ളൂ. അവരെ നമ്മൾ ആദ്യമേ ഓറിയന്റ് ചെയ്ത് ശരിയാക്കി എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിന് ചിലപ്പോ ഈ പാത്വേ വരുമ്പോൾ പ്രായോഗികമായിട്ട് കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോന്ന് എനിക്കറിയില്ല. സാധ്യത വലിയ കോളേജുകളിൽ സംഭവിക്കില്ല. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുള്ള കോളേജുകളിൽ ഈ 5 പാത്വേയും ഒരു പ്രയാസവും ഇല്ലാതെ നടക്കും. കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളുള്ള കോളേജുകളിൽ മാത്രമേ ചിലപ്പോൾ പ്രയാസം സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പിന്നെ രണ്ടാമത്തെ പാത്വേ ശ്രദ്ധിച്ചു നോക്കൂ. അത് പിന്നെ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ ആണ്. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാല് ഇവിടെ 2 എണ്ണേ ഉള്ളൂ. മേജർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, 50% കുട്ടി അത് തന്നെ പഠിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു. മൈനർ കുട്ടി പഠിക്കുന്നത് കെമിസ്ട്രിയും മാത്സും ആണ്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള രീതിയിൽ 2 കോംപ്ലിമെന്ററി. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല കുട്ടി തെരഞ്ഞെടുക്കുക. കുട്ടിക്ക് ഇഷ്ടമുള്ള 2 മൈനർ കുട്ടി തെരഞ്ഞെടുക്കുന്നു. അപ്പൊ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടി കമ്പ്യൂട്ടർ സയൻസ് നിന്ന് ഒരു മൈനർ എടുക്കുന്നു. പിന്നെ കുട്ടിക്ക് കൊമേഴ്സുകാർ തന്നെ പറയുന്ന ഒരു മൈനർ എടുക്കുന്നു വിചാരിക്കുക. ആ കുട്ടി BBA യിൽ നിന്നൊരു മൈനർ എടുക്കുന്നു. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്ന ഒരു മൈനർ കോഴ്സ് കുട്ടി എടുക്കുന്നു. അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ രീതിയിൽ കുട്ടിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഈ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ 2 എണ്ണം ഉണ്ട്. അടുത്തത് മേജർ വിത്ത് മൈനർ ആണ്. മേജർ വിത്ത് മൈനർ എന്ന് പറയുമ്പോൾ കുട്ടി ഒരു മൈനറാണ് തെരഞ്ഞെടുത്തത്. 2 മൈനറിന്റെ സ്ഥാനത്ത് 12 പഠിച്ചതിന്റെ സ്ഥാനത്ത് 24 ക്രെഡിറ്റും കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു മൈനറിന് തെരഞ്ഞെടുത്തു. ചില ആളുകൾ ഒരു വിഷയം ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടി കെമിസ്ട്രി മാത്രം മൈനറായിട്ട് എടുക്കും. അല്ലെങ്കിൽ പിന്നെ മലയാളം പഠിക്കുന്ന കുട്ടി സംസ്കൃതം മാത്രം മൈനറായിട്ട് എടുക്കും. അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടി ജേർണലിസം മാത്രം മൈനറായിട്ട് എടുക്കും. ആ കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടി എടുക്കണം. അപ്പൊ ആ 24 ക്രെഡിറ്റ്സ് കുട്ടി അതിന് കംപ്ലീറ്റ് ചെയ്യണം. അടുത്തത് മേജർ വിത്ത് വൊക്കേഷണൽ മൈനറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റ് ഉണ്ട് അവിടെ. അതായത് ഫിസിക്സുകാർക്ക് ഡാറ്റ സയൻസ്, ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ആ മൈനർ സെറ്റ് ഉണ്ട്. കെമിസ്ട്രിക്കാർക്ക് നാനോ സയൻസ് എന്ന് പറയുന്ന മൈനർ ഉണ്ട്. മലയാളംകാർക്കാണെങ്കിൽ പിന്നെ ഫിലിം സ്റ്റഡീസ്, അതായത് തിരക്കഥ, ക്യാമറ, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ കുറെ കോഴ്സുകൾ ചെയ്ത മൈനർ കോഴ്സുകളുണ്ട്. അല്ലെങ്കിൽ മലയാളം
കമ്പ്യൂട്ടിംഗ്, DTP, പ്രസാധനം ഒക്കെ വരുന്ന തരത്തിലുള്ള വൊക്കേഷണൽ മൈനർ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വൊക്കേഷണൽ മൈനർ കോഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കോളേജിൽ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ എടുക്കാം, നമുക്കിത് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. കാരണം സിനിമ പഠിപ്പിക്കണമെങ്കിൽ ക്യാമറ വേണം, ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന അധ്യാപകരുണ്ടായിരിക്കണം, എഡിറ്റിംഗ് വേണം, എഡിറ്റിംഗ് പഠിപ്പിക്കാൻ ആവശ്യമായ എഡിറ്റിംഗ് സ്യൂട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ, ലാബ് ഫെസിലിറ്റി, ഇപ്പൊ നാനോ സയൻസ് പഠിക്കുന്ന ആൾക്കാർ അത് വേണം. അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അസാപ്പ് പോലെയുള്ള ഏജൻസികളുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ പഠിപ്പിക്കാൻ അധ്യാപകർ ഉണ്ടെങ്കിൽ, അതിന് വർക്ക് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് വൊക്കേഷണൽ മൈനർ കൊടുക്കാം, കുഴപ്പമില്ല. ഇതിൽ ഏതാണ് വേണ്ടത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ച് നേരത്തെ അനൗൺസ് ചെയ്താൽ കുട്ടികൾക്ക് അതൊരു സൗകര്യമായിരിക്കും. അപ്പൊ അതനുസരിച്ച് കുട്ടികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കും. അടുത്തത് ഡബിൾ മേജർ ആണ്. 2 മേജർ പഠിക്കാം, അതായത് ഡബിൾ മെയിൻ ആണ്. അതിനൊരു പ്രത്യേകത ഉള്ളത്, 50% 2 മേജറുകൾ പഠിക്കേണ്ടത്. പക്ഷെ കൃത്യം 50% കിട്ടില്ല. 48 ക്രെഡിറ്റ് ഒരു മേജറിൽ നിന്നും 44 ക്രെഡിറ്റ് വേറൊരു മേജറിൽ നിന്നും. അപ്പൊ നമ്മളെ ക്ലാസ്സിൽ BA ഹിസ്റ്ററി എക്കണോമിക്സ് ഉള്ള ഒരു കുട്ടി, ഡബിൾ മേജർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഡബിൾ മേജറിൽ കുട്ടിക്ക് ഇഷ്ടം ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് 48 ക്രെഡിറ്റ് എടുക്കാം. വേറൊരു കുട്ടിക്ക് എക്കണോമിക്സ് എന്നാണെങ്കിൽ ആ കുട്ടിക്ക് എക്കണോമിക്സിൽ നിന്ന് 48 ക്രെഡിറ്റ് എടുക്കാം. അങ്ങനെ 2 സ്വഭാവമുള്ള കുട്ടികളുണ്ടാവും. നമ്മുടെ കോളേജിൽ ഏതെങ്കിലും വിഷയത്തിൽ ഡബിൾ മേജർ കോഴ്സുകൾ ഉണ്ടെങ്കിൽ, ഡബിൾ മെയിൻ കോഴ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പ്രയർ പെർമിഷൻ വാങ്ങിയാലേ ഇത് നടപ്പിലാക്കും. അപ്പൊ 2 സാധനങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രയർ പെർമിഷൻ വാങ്ങണം. അത് ഒന്ന് ഓണേഴ്സ് വിത്ത് റിസർച്ച് നടത്താനാണ്, രണ്ടാമത്തേത് ഡബിൾ മേജർ കോഴ്സുകൾ നടത്താനും പെർമിഷൻ വാങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞ അക്കാഡമിക് ലെവൽ ഇതാണ്. ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് 1-2 സെമസ്റ്ററുകളിൽ 24 ക്രെഡിറ്റ് 200ന്റെ ലെവലിലുള്ളതാണ്. 300ന്റെ ലെവലിലുള്ളതാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ, അത് 28 ഉണ്ട്. തേർഡ് ഇയറിൽ നമ്മൾ ഹയർ ലെവൽ കോഴ്സുകളാണ് കൊടുക്കുന്നത്, അത് 42 ക്രെഡിറ്റ് ഉണ്ട്. 44 ക്രെഡിറ്റ് അവസാനത്തെ 4ാമത്തെ വർഷം കൊടുക്കുന്നത് PG ലെവൽ കോഴ്സുകളാണ്. അതായത് PGയുടെ 1ാം വർഷ കോഴ്സുകളാണുള്ളത് എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യുന്ന ആള് റിസർച്ചിന്റെ മെത്രോളജി കൂടെ പഠിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ സംഗതികളൊക്കെ. ആ രീതിയിലാണ്, ഇതാണ് അവിടെ ഉള്ളത്. നമ്മൾ ടൈം ടേബിൾ ഇടുമ്പോൾ ഈ ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇടാം. നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ DS